എനിക്കൊരു കോള് വരുന്നു. സ്ഥിരം എന്നെ കോൾ ചെയ്യുന്നൊരു പയ്യനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ഉസ്താദേ, എനിക്കൊരു കാര്യം ഉസ്താദിനോട് പറയാനുണ്ട്. ചെന്താ മോനെ, എനിക്കും ഒരു പ്രണയത്തിന്റെ ഫീല് കിട്ടി ഉസ്താദ് എന്ന് പറഞ്ഞു. എന്ത് കിട്ടി? അപ്പൊ ഞാൻ വല്ലാണ്ട് സന്തോഷിച്ചു. അള്ളാഹിനെ കുറിച്ചുള്ള പ്രണയം പറഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് അവന് ആ ഒരു ഫീല് കിട്ടിയെങ്കിലേ അൽഹംദുലില്ലാ. മോനെ, എങ്ങനെയാണ് നിനക്ക് റബ്ബിനോടുള്ള ആ ഒരു പ്രണയം, എങ്ങനെയാ അത് വർക്കൗട്ടായത്? റബ്ബിനോടല്ല ഉസ്താദേ, എൻ്റെ ബെസ്റ്റിയോടാണ്. അതേതായാലും നന്നായി അല്ലേ, അങ്ങനെ ഒരു വിഷയം. അല്ല മോനെ, ഇതിപ്പോ നീ എന്നോട് പറയാൻ കാരണം? ഉസ്താദ്, ഞാനത് പറയണ ഉസ്താദ് ഫുള്ള് കേൾക്ക്. പറഞ്ഞ മോനെ, ഞാൻ അവളെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് എൻ്റെ എക്സ് കാമുകിമാരെ പ്രണയിച്ചപ്പോൾ ഒരു ഫീൽ അല്ല. അപ്പൊ ഉന്നതനാണ്, ഒരുപാട് ദർജയൊക്കെ ഉണ്ട്. അത് ഒന്ന് കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ. ചെന്ത അങ്ങനെ തോന്നാൻ കാരണം എന്താണ്? ഇവളൊരു വേറെ ലെവലാണ് ഉസ്താദേ. എന്നുവെച്ചാൽ എനിക്ക് ആത്മീയമായി എനിക്ക് അള്ളാഹുവിനെ കിട്ടുന്നുണ്ട്. ആരിലൂടെ? നല്ലൊരു മുത്തുമണിയാണ്. എങ്ങനെയാണ്? ഞാൻ ഉസ്താദിനോട് ഓപ്പൺ ആയിട്ട് പറയും. ഇവൻ എൻ്റെ റൂമിൽ മിക്കപ്പോഴും ഉണ്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ വരും. ആളോടെ ഉണ്ടോ ചെന്തി? അപ്പോ ഉസ്താദേ, ഞങ്ങൾ രാത്രി സംസാരിച്ചിരിക്കും. ചെന്തൊക്കെയാണ് സംസാരിക്കണത്? അത് വേണ്ട ഉസ്താദേ. ശരി, എന്താ മോൻ സംസാരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് ഞങ്ങൾ സംസാരിക്കും. ഇപ്പൊ രാത്രി 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾ എന്നോട് പറയും, ഉസ്താദേ നീ കിടന്നുറങ്ങിക്കോ, തഹജ്ജുദ് നിസ്കരിക്കണ്ടല്ലേ. ആര് പറയും? അപ്പൊ എന്നെ ഇവള് ശരിക്കും അള്ളാഹുവിലേക്കല്ലേ ഉസ്താദെ കൊണ്ടുപോകണത് അല്ലേ? അപ്പൊ എനിക്കിപ്പൊ കിട്ടുന്നൊരു വൈബിന്റെ വാപ്പായുമായി എനിക്ക് തന്നിട്ടില്ല ഉസ്താദെ എന്നാണ്. ഈ അതിനൊരു ചൊല്ലുണ്ടല്ലോ, പാത്രം മൂത്രം കൊണ്ട് കഴുകാന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടത്? സംഗതി പാത്രം നല്ലതാണ് അല്ലെ? മലപ്പുറത്തൊക്കെ ഒരു ചൊല്ലില്ല ഉസ്താദ്, അങ്ങനെ ഇവിടെ അത് പറയാൻ പറ്റുമെന്ന്. ശരിക്കും ഇവൻ പ്രണയം എന്ന് പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചുപോയി. നമ്മുടെ ഈ ഭൗതികമായ സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രണയത്തെ കുറിച്ചാണോ നമ്മൾ ഈ ചർച്ച ചെയ്യണത്? ആണോ? നമ്മളിത് ആരെക്കുറിച്ചുള്ള ബന്ധമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഇലാഹിനെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? അള്ളാഹിനെ കുറിച്ചാണ്. ഇപ്പോ ഹബീബായ റസൂലുള്ളാഹ് ആ പ്രണയം അനുഭവിക്കാൻ വല്ലാതെ കൊതിച്ചിരുന്നവരായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഹബീബായ തങ്ങളുടെ ഒരു ദുആ ഉണ്ട്. അവിടെ നിന്ന് എപ്പോഴും അള്ളാഹിനോട് ചോദിക്കും, അല്ലാഹുമ്മ റുസുഖ്നി ഹുബ്ബക. പടച്ചോനെ, എനിക്ക് നിന്റെ പ്രണയമൊന്ന് താ അല്ലാഹ്, എനിക്ക് നിന്റെ പ്രണയമൊന്ന് വേണമല്ലാ. വഹുബ്ബ മൻ അഹബ്ബക, നിന്നെ പ്രണയിച്ചവരുടെ പ്രണയവും എനിക്ക് വേണം അല്ലാഹ്. എന്താ പറഞ്ഞത്? എനിക്ക് നിന്റെ പ്രണയം വേണം, നിന്റെ സ്നേഹം വേണം, നിന്നെ സ്നേഹിച്ചവരുടെ സ്നേഹവും എനിക്ക് വേണം. അപ്പൊ നേരിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയി ഇടിച്ചു കയറി പ്രണയിക്കാനൊന്നും പറ്റൂല. അതിനാണ് നമുക്ക് വസീലകൾ. മുഹമ്മദുർ റസൂലുള്ളാഹിയെ പോലെ, സ്വഹാബത്തിനെ പോലെ, ഔലിയായിനെ പോലെ. ഈ വസീലയിലൂടെയാണ് നമ്മൾ ആരിലേക്ക് എത്തുന്നത്? എന്നിട്ട് ഹബീബായ തങ്ങൾ വീണ്ടും വരക്കാൻ, നിന്റെ പ്രണയത്തിലേക്ക് എത്തുന്ന മാധ്യമങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനോടെല്ലാം എനിക്ക് പ്രണയം തരണേ അല്ലാ. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹുവിനെ പ്രണയിക്കാനുള്ള ഘടകങ്ങളെ അടുപ്പിച്ച് നിർത്തണം എന്നാണ്. ഇത് പുണ്യനബിയുടെ സ്വഹാബത്തിനോട് മാത്രമല്ല, പൂർവീകരായ എല്ലാ അമ്പിയാക്കളും അവരുടെ സമൂഹത്തോട് പറഞ്ഞതാണെന്നാണ്. ഒരിക്കലും മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ബോറടിക്കണ്ടോ? ഈസാ നബി ഇങ്ങനെ ഒരു റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോ, അന്ന ഈസ മർറ ബിസലാസത്തി നഫർ, 3 ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ അടുത്തൂടെ ആര് നടന്നു പോകുന്നു? നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. അപ്പൊ അവര് വല്ലാതെ ശരീരമൊക്കെ ക്ഷീണിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടിരിക്കുകയാണ്. ആകെ മുഷിഞ്ഞ കോലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈസാ നബി ചോദിക്കുന്നുണ്ട്, മല്ലദീ ബലഗ ബികും മാ അറാഹ്, ഞാൻ എന്താ ഈ കാണുന്നേ? എന്താ മക്കൾ ഇങ്ങനെ ആകെ മുഷിഞ്ഞിരിക്കണത്? എന്താ നിങ്ങൾ ഇത്രമേൽ കഠിനാധ്വാനം ചെയ്തത്? അവര് മഹാനായ ഈസാ നബിയോട് പറയുന്ന മറുപടിയാണ്, ഫഖാലു അൽ ഖൗഫു മിനന്നാർ, നരകത്തെ ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു പോയി, നരകത്തെ ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയപ്പോ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നരകം പേടിച്ച് ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യാണ് നബിയെ. അവസാനം ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. നബിയുല്ലാഹി ഈസ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹഖ്ഖും മിനല്ലാഹ് അയ്യുമിനൽ ഖായിഫ്, ഭയപ്പെട്ടവർക്ക്
സംരക്ഷണം നൽകേണ്ടതൊരു ബാധ്യതയായിട്ട് അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവാണ്. ഇമാം ഗസാലി ഉദ്ധരിക്കുന്നുണ്ട് ഹിയയിൽ. ഇങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെയും കാണുന്നുണ്ട് സുമ്മ ജാബസഹും ഇലാ സലാസത്തിൻ ആഖരീൻ. ഒരു 3 ടീം അവിടെ ഇരിപ്പുണ്ട്, 3 ആളുകൾ. അവരാണെങ്കിൽ ഫൈദൻഹും അശദ്ദു നുഹൂലൻ വതഗയ്യുറ. നേരത്തെ കണ്ടവരെക്കാൾ കൂടുതൽ ക്ഷീണിതരാണ് അവര്. വല്ലാതെ ടയേർഡായി, എന്തോ വലിയ കഠിനാധ്വാനം ചെയ്തിട്ട് അവരിങ്ങനെ ഇരിക്കാണ്. ഈസാ നബി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മക്കളെ, എന്തു പറ്റി? അപ്പൊ അവര് പറയുന്നുണ്ട്, അശൗഖു ഇലൽ ജന്ന. സ്വർഗം കൊതിച്ചിട്ട്, സ്വർഗത്തെക്കുറിച്ച് അങ്ങയുടെ വർണ്ണനകൾ കേട്ടപ്പോൾ, ഇഞ്ചീലിലുള്ള സ്വർഗത്തിന്റെ വർണ്ണനകൾ കേട്ടപ്പോ ഞങ്ങൾക്ക് പണിയെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഉണ്ണാൻ മറന്നു, ജീവിക്കാൻ മറന്നു, ഞങ്ങൾ സ്വർഗത്തിന് വേണ്ടി പാടുപെട്ടു നബിയേ. ഫഖാല ഈസാ സലാം, ഈസാ നബി പറഞ്ഞു, ഹഖ്ഖുൻ അലല്ലാഹ് അയ്യുഅതിയകും കമാ തർജൂൻ. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് അല്ലാഹു തരാതിരിക്കില്ല എന്ന് നബിയുല്ലാഹി ഈസാ സലാം. പിന്നെയും ഈസാ നബി ഇങ്ങനെ നടന്നു പോവാണ്. സുമ്മ ജാബസഹും ഇലാ സലാസത്തിൻ ആഖരീൻ. 3 പേരെ വീണ്ടും കാണാൻ. അവരാണെങ്കിൽ മുമ്പ് കണ്ട 2 വിഭാഗത്തെക്കാളും ടയർഡാണ്, ഭയങ്കര ക്ഷീണാണ്. അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവണ്ണം ശരീരമൊക്കെ ആകെ ചുക്കിച്ചുളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈസാ നബി ചോദിക്കാണ്, മക്കളെ എന്തു പറ്റി, എന്തു പറ്റി, എന്താ നിങ്ങൾ ഇത്ര ക്ഷീണിക്കാൻ കാരണം? നുഹിബ്ബുല്ലാഹ അസ്സ വജല്ല. ഞങ്ങൾ അല്ലാഹനെ വല്ലാതെ പ്രണയിച്ചു പോയി നബിയേ, ഞങ്ങൾ അല്ലാഹനെ വല്ലാതെ സ്നേഹിച്ചു പോയി നബിയേ. അല്ലാഹനെ സ്നേഹിച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ മറന്നു, ഉറങ്ങാൻ മറന്നു, സംസാരിക്കാൻ മറന്നു, ജീവിതം മറന്നു. ഞങ്ങൾ അല്ലാഹുവിലങ്ങ് ലയിച്ചു പോയി നബിയേ. നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാമിനോട് പറയാണ്, അത് യഥാർത്ഥ പ്രണയത്തിന്റെ അടയാളാണ്. ഒരു കാമുകി ഉണ്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമായാലും നമുക്ക് വിശക്കുവോ? വിശപ്പ് ഫീൽ ചെയ്യോ? സമയമായത് നമ്മൾ അറിയോ? തീവ്ര പ്രണയമാണെങ്കിൽ അല്ലേ, എനിക്ക് ചിരി വരുന്നുണ്ട് അല്ലേ? നിങ്ങൾ പ്രണയിച്ചിട്ടില്ലാത്തോണ്ടാണ്. മൊയിലാര് ഭയങ്കര പ്രണയമായിരുന്നൊന്നും ചോദിക്കല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ കാമുകിയാക്കിക്കോ. ആരെ ആരെ പറയാനെന്ത് പാടാണ്, ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ആരെ നമ്മൾ പ്രേമിക്കേണ്ടത്? യഥാർത്ഥ പ്രണയാണെങ്കിൽ അവളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശക്കൂല. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കണ സമയത്ത് ഫോൺ എടുത്തിട്ട് കെട്ടിയോളെ വിളിക്കുക. സാധാരണ കഴിക്കണ നേരം ഉണ്ട്, അതിനു മുമ്പ് തന്നെ വിശന്ന് തുടങ്ങും. അങ്ങനല്ലേ? അത്ര ഭയങ്കര ഒരു യഥാർത്ഥ പ്രണയാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പോലും മറക്കുമെന്നല്ലേ. ഈ നമ്മുടെ ലൈലാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൈസാൻ ലൈല, ലൈല മജ്നൂൻ കേട്ടിട്ടുണ്ടോ? ലൈല മജ്നൂൻ ഒരിക്കലും നായനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ, താനെന്ത് ഭ്രാന്തനാണോ, നായനെ കെട്ടിപ്പിടിക്കണോ? ഹറാമും രജിസക്കട് മാറ്റിവെക്കടാ. ഇത് ഏത് നായെന്ന് നിങ്ങൾക്കറിയോ? ഇതെന്റെ ലൈലയുടെ നാട്ടിൽ കൂടെ നടന്ന നായയാണ്. ഇതെന്റെ ലൈലയുടെ നാട്ടിലൂടെ നടന്ന നായ. അതൊരു ഒരു പ്രണയമാണ്. ഉസ്താദ് നായനെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു എന്നൊന്നും പറയാനല്ല ഞാൻ ഈ പറഞ്ഞിരുന്നത്. പ്രണയത്തിന്റെ തീവ്രത അങ്ങനെയാണ്. അള്ളാഹുവിനെ പ്രണയിച്ചാൽ, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ എല്ലാം മറന്നു നിൽക്കുന്ന അവസ്ഥയാണെന്ന് പറയാൻ നബിയുല്ലാഹി ഈസാ. ഈസാ നബി പറയുന്ന ഒരു വാക്കുണ്ട് അവരോട്, മക്കളെ, അൻതുമുൽ മുഖറബൂൻ, നിങ്ങളാണ് അള്ളാഹുവിന്റെ സമീപസ്ഥർ, നിങ്ങളാണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവരെന്ന് നബിയുല്ലാഹി ഈസാ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇവര് ഈസാ നബിക്ക് കൊടുക്കണ മറുപടി ഉണ്ട്, നഅ്ബുദുഹു ഹുബ്ബൻ ലഹു, ഞങ്ങൾ അള്ളാഹനെ ആരാധിക്കുന്നത് അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, അല്ലാതെ അവന്റെ സ്വർഗം കൊതിച്ചിട്ടോ നരകത്തെ പേടിച്ചിട്ടോ അല്ല. അങ്ങനെ ഞങ്ങൾ ഇബാദത്ത്, ഞങ്ങൾ സ്വർഗം നിസ്കരിക്കണം എന്തിനാ? നമുക്ക് ഒറ്റയടിക്ക് പറയാനുള്ള ഉത്തരം എന്താ? സ്വർഗം കിട്ടാൻ. അവര് പറയാണ്, ഞങ്ങൾ സ്വർഗം കിട്ടാനോ നരകത്തെ പേടിച്ചിട്ടോ ഒന്നും അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, മറിച്ച് അള്ളാനെ പ്രണയിച്ചുകൊണ്ടാണ്. ഞാൻ മുമ്പ് ഇച്ചമസ്താന 2 വരികൾ എനിക്ക് പാടിത്തന്ന് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ ഫിലോസഫി വിഭാഗം തലവൻ ഡോക്ടർ ജോസഫ്, അദ്ദേഹം ഇച്ചമസ്താനെ കുറിച്ച് വിവരിച്ചത് ഒമർ ഖയാം ഓഫ് 20th സെഞ്ചുറി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇച്ചമസ്താൻ, ഇച്ച അബ്ദുൽ ഖാദർ എന്നറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിരുദ്ധമുണ്ട്, ഇങ്ങനെയാണ്: ഇച്ച പച്ചയ്ക്ക് കച്ചോടം ചെയ്യാനില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറാനില്ല, അച്ചരൂപ നരകത്തെ പേടിയില്ല,
ഉച്ചനേരം ഹമ്മീം ലിഖാ കാട്ടിയിടല്ല. എന്താ പറഞ്ഞത്? എനിക്കതിന്റെ സ്വർഗത്തോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നരകത്തെ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. മറിച്ച് ഞാൻ ഈ പണിയെടുക്കണതൊക്കെ എന്തിനാ? നിന്നെ കാണാനാണല്ലാ എന്ന് പറഞ്ഞാൽ നരകത്തെ പേടിക്കണ്ടെന്നോ സ്വർഗത്തെ ആഗ്രഹിക്കണ്ടെന്നോ ഒന്നും അല്ല. ആത്യന്തികമായ ലക്ഷ്യം ഇതൊന്നും ആകരുത്. എന്താകണം? അള്ളാഹ്ക്ക് വേണ്ടി, അവന് വേണ്ടിയാണ് ഇബാദത്ത് മുഴുവൻ. അപ്പൊ ഈസാ നബി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, അൻതും ഔലിയാഉല്ലാഹ്. അള്ളാഹനെ പ്രണയിച്ച് ഇബാദത്ത് ചെയ്യുന്ന നിങ്ങളില്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ സമീപസ്ഥരാണ്, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. എന്നിട്ട് പറയുന്നുണ്ട്, മഅകും ഉമിർതു അൻ നുഖീമ, എന്നോട് പടച്ചോൻ കൽപ്പിച്ചത് നിങ്ങളുടെ കൂടെ നിൽക്കാനാണെന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. റബ്ബ് കൽപ്പിച്ചത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ. ആരുടെ കൂടെ? അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നവരുടെ കൂടെ. ഗസാലി ഇമാം പറയുന്നുണ്ട്, വഔഹല്ലാഹു ഇലാ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയിലേക്ക് അല്ലാഹു വഹി അറിയിച്ചു, ഇന്ന അവദ്ദൽ അവിദ്ദാ, പടച്ചോനോട് ഏറ്റവും കൂടുതൽ അടുത്തതാരാന്നറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാരാന്നറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർ മൻ അബദനി ബിഗൈരി നവാൽ, ഒന്നും ആഗ്രഹിക്കാതെ എന്നെ പ്രണയിക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ദാവൂദ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് ആരെ മാത്രം മതി? നിന്നെ മതി പടച്ചോനെ, നിന്നെ മതി, നിന്നെ മതി, അല്ലാഹ് മതി, അല്ലേ? അല്ലാഹ് മതി, അല്ലാഹനെ മതി. ആ സാധനം ഉണ്ടല്ലോ, അത് കൽവിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെയാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളിപ്പോ ചെയ്യണം അമല് കൊണ്ട് നമുക്ക് സ്വർഗം മേടിക്കാൻ പറ്റും ഉണ്ടോ? 500 കൊല്ലം ഇബാദത്ത് ചെയ്തൊരു മനുഷ്യനെ കുറിച്ച് ഇമാം ഹാക്കിം ഉദ്ധരിക്കണ ഒരു ഹദീസ് ഇല്ലേ, 500 കൊല്ലം ഇബാദത്ത് ചെയ്തത്, സ്വഹീഹായ ഹദീസാണ്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ അയാൾ പറയുന്നുണ്ട്, പടച്ചോനെ ഞാൻ ചെയ്ത ഇബാദത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടച്ചോ? പറ്റൂല, നരകത്തിലേക്ക് വിട്ടോ, എന്റെ കാരുണ്യം കൊണ്ടല്ലാതെ പറ്റൂല. അള്ളാന്റെ ഒരു കണ്ണ്, നമുക്ക് തന്ന കണ്ണിന് നന്ദി ചെയ്ത് തീർക്കാൻ പറ്റും 500 കൊല്ലം കൊണ്ട്? പറ്റൂല. ഇതൊക്കെ അവൻ്റെതാണ്. നമ്മൾ അമല് ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് വലാകിൻ ലിയുഅതിയ റുബൂബിയ്യത ഹഖഹാ, റബ്ബിന് അർഹിക്കുന്ന സ്ഥാനം കൊടുത്ത് ഇബാദത്ത് ചെയ്യാണ് വേണ്ടത് എന്നാണ്. റബ്ബ് പോറ്റുന്നവൻ, നമ്മൾ അതിന്റെ വിശദീകരണമൊക്കെ പറഞ്ഞതാണ് ഇല്ലേ? വയറിളക്കം പിടിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിന് ഉമ്മ എനിക്ക് ബിരിയാണി തരണം എന്ന് പറഞ്ഞ ഉമ്മ കൊടുക്കുവോ? എന്താ കൊടുക്കാത്തതിന്റെ കാരണം? ആ ബിരിയാണി പല ഇൻഫെക്ഷൻ അവനിലുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ കുഞ്ഞെന്താ വിചാരിക്കണത്? എന്താ വിചാരിക്കണത്? ഉമ്മാക്ക് എന്നോട് സ്നേഹമില്ല എന്നാണ്. ഇതാണ് റബ്ബ്. തർബിയത്ത് എങ്ങനെയാണ്? ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് തോന്നിയത്, ഇന്ന് ഞാനൊരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, മകളാണെങ്കിൽ എഞ്ചിനീയർ ആണ്. കല്യാണമൊക്കെ ഭംഗിയായി ഗ്രാൻഡായി നടത്താൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഒക്കെ ആക്കി. ഇടയ്ക്ക് സംസാരിച്ചപ്പോ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പറ്റൂല, കാരണം ഇയാൾ ഒട്ടും ഓപ്പൺ മൈൻഡഡ് അല്ല. അങ്ങനെ പറഞ്ഞു, പെൺകുട്ടി പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഭയങ്കര അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതുപോലെ എൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ നിലവിട്ട് കരയാണ്. ഞാൻ 2 മിനിറ്റ് എൻ്റെ ഭാഗത്തല്ല, റബ്ബാരാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ, റബ്ബാരാണെന്ന് തിരുത്തി കൊടുത്തപ്പോ കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട് അബ്ദുൽ നസീർ എന്ന് പറയുന്ന സഹോദരൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നല്ല ഹൈറായ ഇണയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും റബ്ബിന്റെ തർബിയച്ചാൻ. എന്തിനാ ടെൻഷൻ? എന്തിനാ ടെൻഷൻ? സബൂർ വേദത്തിൽ ഒരു വാക്കുണ്ടത്രേ, വമൻ അദ്ലമു മിമ്മൻ അബദനി ലിജന്നത്തിൻ ഔ നാർ. സ്വർഗമോ നരകമോ ചിന്തിച്ച് ആരാധിക്കുന്നവനേക്കാൾ എന്നോട് അക്രമം ചെയ്തവൻ ആരാണ്? ഇങ്ങനെ സ്വർഗത്തിന് വേണ്ടിയോ നരകത്തിൽ നിന്നോ കാവൽ പ്രതീക്ഷിച്ചു മാത്രം, അത് മാത്രം ലക്ഷ്യമാക്കി ആരാധിക്കുന്നവനേക്കാൾ എന്നോട് അക്രമം ചെയ്തതാരാണ്? അള്ളാഹ്ക്ക് വേണ്ടിയല്ല ഇബാദത്ത് അല്ലെ? എന്നോട് അക്രമം ചെയ്തത് ആരാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുകയാണ്. ഇപ്പൊ വെറും സ്വർഗത്തിനപ്പുറം, വെറും നരകത്തിൽ നിന്ന് കാവലിനപ്പുറം റബ്ബുൽ ആലമീൻ. അവനെ കിട്ടിയാ പിന്നെ സ്വർഗം ആരുടേതാ? ഇപ്പോ നമ്മുടെ അസൈനാരുടെ കയ്യിൽ ഒരു 2 കോടി ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ എനിക്കാണെങ്കിൽ അസൈനാരോട് ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹം, എന്റെ ചങ്കാണെന്നൊക്കെയാണ് പറയല്.
അപ്പൊ മാറി നിന്നപ്പോ ഞാൻ പയ്യെ നമ്മുടെ ആഫീസ് സാഹിബിനോട് പറഞ്ഞു, എങ്ങനെ ഹസീനാരുടെ ഇന്ന് 2 കോടി തട്ടിയെടുക്കണം? എന്റെ സ്നേഹാത്മാർത്ഥതയുണ്ടോ? ഞാൻ എന്തിനാ ഹസീനാരെ സ്നേഹിച്ചത്? പറയും മക്കളെ, നമ്മളെന്തിനാ അള്ളാഹിനെ സ്നേഹിക്കണം? നമ്മളെന്തിനാ നിസ്കരിക്കണം? എന്ത് കിട്ടാൻ നമ്മൾ നിസ്കരിക്കണം? സ്വർഗം കിട്ടാനല്ലേ? അള്ളാഹിനെ കിട്ടിയോ നമുക്ക്? ഇതൊരു തട്ടിപ്പ് പരിപാടിയല്ലേ? ആ 2 കോടി ഞാൻ കൊതിക്കണ പോലെ അല്ലേ ഇത്? ഹസീനാരോട് ആത്മാർത്ഥമായി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കോ? ഞാനെങ്ങനെ ഹസീനാരോട് ഇങ്ങനെ സ്നേഹത്തോടെയൊക്കെ നിന്ന് പൈസ മാത്രമാവില്ല എന്റെ ലക്ഷ്യം. ഞാൻ ഹസീനാർ ഇങ്ങനെ സ്നേഹിച്ചിരിക്കുമ്പോൾ ഹസീനാർ ഇങ്ങനെ കൊണ്ടുവന്നാൽ 2 കോടി തരും. അത് വേറെ വിഷയം. അല്ലാഹു റബ്ബുൽ ആലമീനെ ഞാൻ മഹബത്ത് വെക്കുമ്പോൾ അവനുള്ളതെല്ലാം ആർക്കുള്ളതാണ്? അവന്റെ അടിമ എനിക്കുള്ളതാണ്. എന്നാൽ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മാറിപ്പോകുമ്പോൾ നമ്മളത് തിരിച്ചറിയുക കൂടി ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് പിന്നെ അവരോട് മഹബത്ത് ഉണ്ടാവോ? അപ്പൊ അള്ളാഹിനെ യഥാർത്ഥത്തിൽ എന്തിനാ സ്നേഹിക്കേണ്ടത്? എന്തെങ്കിലും ലക്ഷ്യം മുമ്പിൽ വെക്കണോ? അള്ളാഹ് എന്ന ലക്ഷ്യം മാത്രം. അങ്ങനെ ആകണം എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നുണ്ട്, ലൗലം അഖ്ലുഖ് ജന്നതൻ വലാ നർ. ഞാൻ സ്വർഗവും നരകവും ഒന്നും പടച്ചില്ലായിരുന്നെങ്കിലും മക്കളെ, അലം അകുൻ അഹ്ലൻ അൻ നുതാ, ആരാധിക്കപ്പെടാൻ ഞാൻ അർഹനല്ലേ? എങ്ങനെ? സ്വർഗവും നരകവും ഞാൻ പടച്ചില്ലായിരുന്നുവെങ്കിലും ആരാധിക്കപ്പെടാൻ ഞാൻ അർഹനല്ലേ? സ്വർഗം പടച്ചതുകൊണ്ടാണോ ഞാൻ ഇലാഹായത്? ആണോ? നരകം പടച്ചതുകൊണ്ടാണോ ഞാൻ ഇലാഹായത്? ഇതൊന്നും പടച്ചില്ലായിരുന്നെങ്കിലും ഞാൻ ആരാണ്? ഇലാഹാണ്. പിന്നെന്തിനാ മക്കളെ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ആരാധിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ആരാധിച്ചൂടെ? അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ റസൂലുള്ളാഹ് ഹറം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ മുഅ്മിനു, ആരാണ് മുഅ്മിൻ എന്ന് പഠിച്ചോ, ഇദാ അറഫ റബ്ബഹു അസ്സ വജല്ല അഹബ്ബ. അല്ലാഹനെ അറിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ സ്നേഹിച്ചു തുടങ്ങും. ഇവനാണ് മുഅ്മിൻ എന്ന് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ. നമുക്ക് എന്തേ അല്ലാഹനെ അറിയാൻ പറ്റാത്തത്? നമുക്ക് എന്തേ അല്ലാഹനെ മഹബത്ത് വെക്കാൻ പറ്റാത്തത്? നമ്മൾ അറിഞ്ഞിട്ടില്ല. ആരറിഞ്ഞിട്ടില്ല? ഇനി അറിഞ്ഞാലോ, വഇദാ അഹബ്ബഹു അഖ്ബല ഇലൈഹി. അല്ലാഹനെ അറിഞ്ഞാൽ അല്ലാഹനെ സ്നേഹം കിട്ടും. സ്നേഹം കിട്ടിയാൽ ഖൽബ് അല്ലാഹുവിലേക്ക് തുറക്കപ്പെടും. വഇദാ വജദ ഹലാവത്തൽ ഇഖ്ബാലി ഇലൈഹി, അല്ലാഹുവിലേക്ക് ഖൽബ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാലോ, ലം യൻദുർ ഇല ദുനിയ ബിഐനി ശഹ്വാ, പിന്നെ ഒരു വൈകാരികതയോടെ ഒരു ആർത്തിയോടുകൂടെ പിന്നെ അവൻ ദുനിയാവിലേക്ക് നോക്കില്ലത്രേ. പറഞ്ഞ മനസ്സിലായില്ല? നമ്മൾ ദുനിയാവിൽ കച്ചവടം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ബാധ്യതയാണ് അല്ലെ? മക്കളെ നോക്കണം, കുടുംബത്തെ നോക്കണം, അള്ളാഹിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം. പക്ഷേ ഈ സാധനം കൽബിലേക്ക് വരുമോ? എന്തുകൊണ്ട് വരൂല? കൽബിൽ ആരുണ്ട്? അള്ളയുള്ള കൽബിൽ. ആ കൽബിൽ പിന്നെ സമ്പത്തിന് സ്ഥാനമുണ്ടോ? ഒന്നിന് സ്ഥാനമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ എന്താണ്? എനിക്ക് അല്ലാഹു അല്ലാതെ ആരുമില്ല. ഇതെങ്ങനെയാണ് ഈ പ്രാവർത്തികാക്കുന്നത്? അള്ളാഹിനെ അറിഞ്ഞാൽ അവനിൽ മഹബത്ത് ഉണ്ടാവും. മഹബത്ത് ഉണ്ടായാൽ കൽബ് തുറയും. കൽബ് തുറന്നാൽ ദുനിയാവിലുള്ള വസ്തുക്കളോട് ഒരുതരം ഭ്രാന്തമായ ആരാധന അവനുണ്ടാവില്ല. അവൻ ആരാധിക്കുന്നത് ആരെ മാത്രമായിരിക്കും? അല്ലാഹ്. തൗഹീദ് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി 4 മൂലയിലും വേദി കെട്ടി തമ്മിത്തല്ലിയ തൗഹീദ് ആവൂല. തൗഹീദ് അത് അറിഞ്ഞവരിൽ നിന്ന് കൈപ്പറ്റുക തന്നെ വേണം, മനസ്സിലാക്കുക തന്നെ വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതാണ് തൗഹീദ്. എനിക്ക് ആര് മാത്രമേ ഉള്ളൂ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൽബിലേക്ക് കച്ചവടം കടന്നു വരുന്നുണ്ടോ? നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ കൽബിലേക്ക് സമ്പത്തിനോടുള്ള ആർത്തി കടന്നു വരുന്നുണ്ടോ? മതിയാകാതെ ആ സമ്പത്തിനോടുള്ള ത്വര വരുന്നുണ്ടോ? കൽബിൽ ആരില്ല പറഞ്ഞേ? അല്ലാഹു ഇല്ല. ഉണ്ടാകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ നിസ്കരിച്ചിട്ടൊന്നും ഒരു ഇഖ്ലാസ് കിട്ടണില്ല. ഒരു എന്താ പറയാ, ഒരു നിർവൃതിയോടുകൂടെ നിസ്കരിക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? കൽബിൽ ആരില്ലാത്തത് കൊണ്ടാണ്. അള്ളാനെ മഹബത്ത് വെച്ചാൽ നിനക്ക് നിസ്കാരത്തിൽ അള്ളാനെ ആസ്വദിക്കാം, ജീവിതത്തിൽ അള്ളാഹുവിനെ ആസ്വദിക്കാം, സമാധാനത്തോടെ ജീവിക്കാം. നമ്മളൊരു 2 വരി പാടിയില്ല, ഒരു സൂഫി കവിത. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കള്ളൂഷാപ്പിൽ നീ കേറിയിടാത്തത് സ്വർഗ കള്ള് കൊതിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാച്ചത് ഹൂറിമാരെ നുണച്ചിട്ടോ. എന്താ പറഞ്ഞത്? എന്തേ കള്ളു കുടിക്കാത്ത? അത് സ്വർഗത്തിലെ കള്ള് കിട്ടാൻ. എന്തോടോ വ്യഭിചരിക്കാത്ത? ഹൂറിമാരവിടെ ഉണ്ട് എന്നാണ്. എന്നാരെങ്കിലും എന്തേ കള്ളു കുടിക്കാത്ത?
എന്റെ റബ്ബിന് ഇഷ്ടല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് എത്താനാണ് ഈ മഹബത്ത്. മനസ്സിലായോ? നമ്മൾ ഒരു കൂലിക്ക് ടെൻഡർ എടുത്തേക്കാണോ അള്ളാഹിനോട്? കച്ചവടത്തിന് ഇരിക്കുകയാണോ? അതാണ് ഇച്ഛ പച്ചയ്ക്ക് കച്ചവടം ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കാം, നീ എനിക്ക് സ്വർഗം താ. ഇങ്ങനെ ഒരു കച്ചവടത്തിന് ഞാനില്ല. എനിക്ക് വേണ്ടത് നിന്നെയാണല്ല, നിന്നെയാണല്ല. നിന്നെ കിട്ടി എനിക്ക് ബാക്കിയൊക്കെ കിട്ടും. മനസ്സിലായ? നമ്മളപ്പോ നരകത്തോട് ഭയം വേണ്ട, സ്വർഗത്തോട് ആഗ്രഹം വേണ്ട എന്നൊന്നും അല്ല ഈ പറയണത്. ആത്യന്തികമായി ലക്ഷ്യം എന്തായിരിക്കണം? അല്ലാ അല്ലാ അല്ലാ, അവനെ കിട്ടിയ ബാക്കിയൊക്കെ ഓക്കെയാണെന്ന്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിസ്ഖാലു ഖർദലിൻ മിൻ ഹുബ്, ഒരു കടുകുമണിയുടെ അത്രയും സ്നേഹം. ആരോട്? അള്ളാഹിനോട്. അഹബ്ബു ഇലയ്യ മിൻ ഇബാദത്തി 70 സനത്തിൻ ബിലാ ഹുബ്, 70 കൊല്ലം സ്നേഹമില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഒരു കടുകുമണിയുടെ വലിപ്പമുള്ള സ്നേഹത്തോടെയുള്ള ആരാധനയാണെന്നാണ്. ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട് ഒരൊറ്റ വക്ത് നിസ്കാരം നിസ്കരിച്ചാൽ 70 കൊല്ലം നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അതിനുണ്ട് എന്നാണ്. 1 കിലോ സ്വർണം, 100 കിലോ തുണി, ഏതിനാ മാറ്റു കൂടുതൽ? ഏതിനാ വാല്യൂ ഉള്ളത്? 70 കൊല്ലത്തെ നിസ്കാരം എനിക്കുണ്ട്, മഹബത്തുള്ള ഒരൊറ്റ നിസ്കാരം മതി, ഇതിനെ കവച്ചു വെക്കുന്നാൻ. അപ്പൊ എന്ത് വേണം കൽബില് എന്ന് പറഞ്ഞേ? അതെങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇൻഷാല്ലാഹ് വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയും. ഇതിന്റെ ഒരു അടിസ്ഥാനം മാത്രം പറയുന്നത്. സരിയുസ്ഖത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തുദ്അൽ ഉമം യൗമൽ ഖിയാമ ബിഅംബിയാഇഹാ, നാളെ ഖിയാമത്ത് നാളിലെ എല്ലാ സമൂഹത്തെയും അവരുടെ നബിമാരിലേക്ക് ചേർത്തിട്ടാണ് വിളിക്കുന്നത്. യാ ഉമ്മത്ത മൂസ, യാ ഉമ്മത്ത ഈസ, യാ ഉമ്മത്ത സയ്യിദ്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഗൈറൽ മുഹിബ്ബീന ലില്ലാഹ്, അള്ളാനെ പ്രണയിച്ച, അള്ളാനെ മഹബത്ത് വെച്ചവരെ മാത്രം അങ്ങനെ വിളിക്കില്ല. ഫഇന്നഹും യുനാദൂൻ, അവരെ വിളിക്കപ്പെടുന്നത് യാ ഔലിയാ അല്ലാഹ്, അള്ളാഹുവിന്റെ സമീപസ്ഥരെ. ഹലുമ്മു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടി വരൂ, ഓടിപ്പോരും അള്ളാന്റെ അടുക്കലേക്ക്. അവരിങ്ങനെ ഓടിച്ചെല്ലും റബ്ബുൽ ആലമീന്റെ തിരുസന്നിധിയിലേക്ക്. കാരണം അവർ ഇബാദത്ത് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർ ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവരങ്ങനെയുള്ളവരല്ലേ ബദരീങ്ങൾ. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമുക്കത് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ എന്ത് കിട്ടും? എല്ലാം കിട്ടും. ഒന്ന് ഹബീബ് റസൂലുള്ളാഹി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്, യഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹ് നമ്മളെ സ്നേഹിക്കും. അള്ളാഹിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അള്ളാഹിന്റെ സ്നേഹത്തിലാണ്. പക്ഷേ നമുക്ക് അള്ളാഹിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവ് കിട്ടുമ്പോൾ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു തരും. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഖുദ്സിയായ ഒരു ഹദീസ് ഇമാം ബുഖാരി എന്നെ ഉദ്ധരിക്കുന്നുണ്ട്, വഇദാ അഹ്ബബ്തുഹു, ഞാനൊരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, എന്നിലേക്ക് ഒരു അടിമ അടുത്താൽ ഞാൻ അവനെ സ്നേഹിക്കും. ഞാൻ സ്നേഹിച്ച് എന്ത് സംഭവിക്കും? കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ. സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു പറ, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹ് പറഞ്ഞതായി റസൂലുള്ളാഹി പറയുന്ന ഹദീസാണ്. ഇതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ഒരാശയം, ഞാൻ കാണുന്ന കണ്ണ് അല്ലാഹു ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇവിടുന്ന് ഏത് ദൂരത്തുള്ള എന്തും കാണാൻ പറ്റും. ഇവിടുന്ന് എനിക്ക് അമേരിക്കയിൽ കാണണോ? അള്ളാഹിനെ കൊണ്ട് കഴിയില്ല എന്നെ കാണിക്കാൻ. ഈ അള്ളാഹുവിന്റെ കഴിവിന് നിങ്ങൾ പരിധി വെക്കേണ്ടതുണ്ടോ? അതാണ് ഒരാശയം. മറ്റൊന്ന്, ഞാൻ കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും, ഞാൻ എങ്ങോട്ട് നടന്നാലും, ഞാൻ എന്തു പിടിച്ചാലും എനിക്കതിൽ അള്ളാഹുവിന്റെ തർബിയത്തിനെ ദർശിക്കാൻ പറ്റും. ഛായയിലൂടെ നമ്മൾ ആരെ കണ്ടു? ഓരോന്നിലും അള്ളാന്റെ തർബിയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണണമെങ്കിൽ നമ്മുടെ കൽബിൽ എന്ത് വേണം? അള്ളഹാനോടുള്ള എന്ന് പറഞ്ഞേ, അള്ളഹാനോട് എന്ത് വേണം? കേട്ടില്ല? മഹബത്ത് വേണം. ബോറടിക്കുന്നുണ്ടാ? നമ്മുടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ പോരെ. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഫാത്തിമ ബീവിയെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ടല്ലേ? എന്തൊക്കെ പാട്ടുകളുണ്ട്? അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ. ഈ അഴകുള്ള ഫാത്തിമ എന്ന് പാടുന്ന കുട്ടികൾ ഏതഴകിനെയാണ് വർണ്ണിക്കുന്നത്? ഫാത്തിമയുടെ അല്ലെ ശരീരത്തെയാണ് വർണ്ണിക്കുന്നത്. പക്ഷെ ഫാത്തിമ ബീവിയുടെ അഴക് എവിടെയായിരുന്നു? അതിലാഹിയായ പ്രണയത്തിലായിരുന്നു. അള്ളാഹുവിനെ പ്രണയിച്ചിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലി പാവപ്പെട്ടവനാണ് റളിയല്ലാഹു അൻഹു. അലി ആരിങ്ങനെ നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലിയെ,
ഫാത്തിമക്ക് പയ്യനെ നോക്കുന്നുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി ചോദിച്ചോ. അലിയാരിങ്ങനെ വീടിന്റെ വാതിക്ക നിൽക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അലി? ഒന്നുമില്ല നബിയെ. പറഞ്ഞോ അലിയെ? ഒന്നുമില്ല, ഇങ്ങനെ ഫാത്തിമക്ക് പയ്യനെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, ഞാനപ്പോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. വാരിപ്പുണരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ ഫാത്തിമയുടെ ഭർത്താവ് നീ തന്നെയാണ് അലിയെ സയ്യിദുനാ റസൂലുള്ളാഹ്. കോടീശ്വരന്മാർ മുമ്പിൽ നിൽക്കൂലേ അല്ലേ? മുത്തുനബിയുടെ മുമ്പിൽ നിൽക്കൂലേ? അള്ളാഹുവിന്റെ ഹബീബ് നോക്കിയത് ഒറ്റ കണ്ടീഷനാണ്, ദീനുണ്ടോ ബാക്കിയൊക്കെ റെഡിയോ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കൂട്ടിക്കൊണ്ടുപോണത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ നേരത്ത് ഫാത്തിമ ബീവിയോടൊപ്പം അലിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ഫാത്തിമയോട് പറയുന്നുണ്ട്, ഫാത്തിമ, അലി പാവപ്പെട്ടവനാണ്, എൻ്റെ മോക്ക് ചിലപ്പോൾ ഭക്ഷണമൊന്നും കിട്ടൂല, ഒരുപാട് നല്ല നല്ല സുഭിക്ഷമായൊന്നും കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ അലിയാര് കല്യാണം കഴിച്ചതിന്റെ പേരിൽ എൻ്റെ മോള് കരയില്ലട്ടോ സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് അലിയോട് പറയുന്നുണ്ട്, അലിയേ, എൻ്റെ ഫാത്തിമ എൻ്റെ കൽബിന്റെ കഷ്ണാണ്, അവളെ വേദനിപ്പിക്കരുത് കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹ്. വല്ലാത്തൊരു ജീവിതമായിരുന്നു അവരുടെ, വല്ലാത്തൊരു ലവ് സ്റ്റോറിയാണ്. അടിപൊളി, വല്ലാത്തൊരു എന്താ പറയാ, നമുക്ക് വല്ലാത്തൊരു ലവ് സ്റ്റോറി ആയിരുന്നു. അത് ഇലാഹിയായ പ്രണയം കൂടെയായിരുന്നു, അള്ളാഹുവിന് നിരക്കാത്തൊരു പ്രണയമായിരുന്നില്ല. അവരുടെ ജീവിതം തന്നെ തഖ്വയായിരുന്നു, തഖ്വ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരുപാട് നല്ലതൊന്നും കഴിക്കാൻ കിട്ടിയില്ല. ഗർഭിണിയായപ്പോൾ ഫാത്തിമക്ക് ഒരു കൊതി വന്നു. എന്താ കൊതി? വലിയ കൊതിയൊന്നുമല്ല, ഇച്ചിരി മധുരമുള്ള ഈന്തപ്പഴം കഴിക്കണം. മധുരമുള്ള ഈന്തപ്പഴം കിട്ടാൻ ഇപ്പം എന്താ പാട്? അറേബ്യയിൽ പ്രത്യേകിച്ച്. പക്ഷെ പൈസ വേണം. അലിയിടയിൽ വല്ലതുണ്ടോ? ഇല്ല. ഒരു ദിവസം ഇങ്ങനെ ക്ഷീണിച്ച് പണിയൊക്കെ എടുത്ത് തളർന്ന് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മൂടിയൊക്കെ തുറന്നു കൊടുത്തു. അലിയാരിരുന്ന് ഭക്ഷണം കഴിക്കണതിന്റെ ഇടയിൽ ഒരുപാട് വർത്താനങ്ങൾ ഇങ്ങനെ ഫാത്തിമ ബീവി പറയുന്നുണ്ട്. പറയണമെന്ന് കരുതിയതല്ല, പെട്ടെന്ന് അറിയാതെ വന്നുപോയി. ഗർഭിണിയാണല്ലോ ഭാര്യ. എനിക്ക് ഇത്തിരി നല്ല മധുരമുള്ള ഈന്തപ്പഴം കഴിക്കാൻ വല്ലാത്ത കൊതിയുണ്ട് അലിയെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമയോടെ നിൽക്ക്. ആ ഭക്ഷണം അവിടെ മൂടി വെച്ചിട്ട് അലിയാർ ഇറങ്ങി പോവാണ്. എങ്ങോട്ട് പോവാ? ഈന്തപ്പഴം മേടിക്കാൻ. അവിടെ ചെന്ന് വില ചോദിക്കുമ്പോൾ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ഒരു അരപ്പട്ട ഉണ്ടായിരുന്നു. ആ അരപ്പട്ട കൊടുത്തിട്ട് കിട്ടിയ ഈന്തപ്പഴം കൊണ്ട് ഓടി വരികയാണ് തന്റെ പ്രിയതമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താവ്, അങ്ങനെയാണ്. ആ സമയത്ത് അവൾ ചോദിക്കുന്നതിന് വല്ലാതെ മൂല്യം കൽപ്പിച്ചുകൊണ്ട് ഓടിപ്പോവാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ആ കിട്ടിയ ഈന്തപ്പഴം കൊണ്ട് ഇങ്ങനെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് അല്ലേ? എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവളുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പൊ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഭാര്യയും ഭർത്താവും പ്രണയത്തോടുകൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാരുണ്യവാനായ റബ്ബിന്റെ തിരുനോട്ടം നിങ്ങളിലേക്ക് ഉണ്ടാകും. മുഹമ്മദ് മുസ്തഫ. വലിയ വാദത്തൊന്നും വേണ്ട, റമദാൻ മാസല്ലേ. രാത്രി വീട്ടിലേക്ക് എന്നിട്ട് കുറച്ചേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു നോക്കി. രാത്രി മതി. ആര് നോക്കും നമ്മളിലേക്ക്? ഈ ഈന്തപ്പഴം കൊണ്ട് ഫാത്തിമ ബീവിയെ കാണാൻ വരികയാണ്. കാണാൻ വരുന്ന വഴിക്കുണ്ട് ഒരു പാവപ്പെട്ട സ്വഹാബി. കണ്ടാൽ തന്നെ അറിയാം പട്ടിണിയാണ്, ഒരു പട്ടിണിക്കോലം. അലിയെ, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ. ഒന്നും ചിന്തിച്ചില്ല കേട്ടോ. എന്റെ ഭാര്യക്ക് കൊടുക്കേണ്ടതാണ്, എന്റെ വീട്ടിലേക്ക് കൊണ്ടുകൊണ്ട് ഒന്നുമില്ല. അതായത് നമ്മളോട് ചോദിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അവന്റെ ആവശ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഇതാണ് റമദാനിൽ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഈ ചിന്തയാണ് വേണ്ടത് കേട്ടോ. അപ്പോ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉണ്ടായിരുന്ന ഈന്തപ്പഴം ആ മനുഷ്യന് വെച്ചു കൊടുത്തു. വിശപ്പിന്റെയും ആർത്തിയുടെയും എല്ലാം മൂർത്തഭാവം എന്നോണം അത് മുഴുവൻ ആ മനുഷ്യൻ അങ്ങ് കഴിച്ചു. എന്നിട്ടും വിശപ്പ് മാറിയിട്ടുണ്ടായില്ല, മുഴുവനും കഴിച്ചു. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു വരുന്നത്. കാരണം വല്ലാത്ത കൊതിയല്ലേ, ഒരുപാട് നാളത്തെ കൊതിയാണ് ഒരു പഴുത്ത ഈന്തപ്പഴം കഴിക്കാൻ. അലി വന്നു, സലാം പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല, അവിടെ പോയിരുന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഫാത്തിമ, ഞാനിങ്ങനെ ഈന്തപ്പഴം വാങ്ങിയതായിരുന്നു, ഒരു പാവപ്പെട്ട സ്വഹാബി വിശന്നിരുന്നപ്പോൾ കൊടുക്കാതെ പറ്റിയില്ലല്ലോ മോളെ. ഫാത്തിമ ബീവി ഒന്നും മിണ്ടുന്നില്ല, മുഖത്തൊരു ഭാവവ്യത്യാസമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അലിയാർ പോയി കിടന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നാലെ വന്ന് കിടന്നു. ഒന്നും മിണ്ടുന്നില്ല, സംസാരങ്ങളൊന്നുമില്ല. അലി ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, എന്നോട് ദേഷ്യമായോ നിനക്ക്? എന്നോട് ദേഷ്യമായോ ഫാത്തിമ? ഞാൻ എന്തിന് ദേഷ്യപ്പെടണം അലിയെ? ഞാൻ എന്തിന് ദേഷ്യപ്പെടണം? ഞാൻ കൊതിച്ചത് ഒരല്പം മധുരമുള്ള ഈന്തപ്പഴം കഴിക്കാനാണ്.
എന്നാൽ നിങ്ങൾ എനിക്ക് തന്നത് ഇരട്ടി മധുരമാണ് അലിയെ. വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന് എനിക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയ ഈന്തപ്പഴം കൊടുത്തപ്പോ എനിക്ക് കിട്ടിയത് ഇരട്ടി മധുരമാണ് അലിയെ. സയ്യിദത്തുനാ ഫാത്തിമ. ഇത് അള്ളാനെ മഹബത്ത് വെച്ചവർക്കല്ലാതെ ആർക്കാ പറയാൻ പറ്റുക? ചിന്തിച്ചു നോക്കിയേ. അള്ളാനെ മഹബത്ത് വെച്ചവർക്കല്ലാതെ, റബ്ബിനെ തിരിച്ചറിഞ്ഞവർക്കല്ലാതെ ആർക്കത് പറയാൻ പറ്റുക? നമ്മൾ പറയും അങ്ങനെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞത് ഖൽബിൽ ആര് വേണം? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രഹസ്യം പറഞ്ഞപ്പോ ആദ്യം കരയുന്ന ഫാത്തിമ രണ്ടാമത് ചിരിക്കുന്നത് കാണുകയല്ലേ. രണ്ടാമത് എന്താ ചിരിക്കാൻ കാരണം എന്താണ്? വേഗം പോകുന്ന കേട്ടപ്പോഴാ. നമ്മൾ വേഗം പോകുന്ന കേട്ട പിന്നെ ടെൻഷൻ ആയിരിക്കും അല്ലെ. അടുത്തത് എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ കൂടെ വരേണ്ടത് മോളാണ് ഫാത്തിമ. കാരണം റെഡിയാണവർ. റബ്ബിനെ തിരിച്ചറിഞ്ഞ് ജീവിച്ചവർക്ക് പിന്നെ ഏത് നിമിഷവും ഒരു മരിക്കാൻ തയ്യാറാണെന്നാണ്. അങ്ങനെയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഫാത്തിമ അതങ്ങനെ റസൂലുള്ള തന്നെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതേ രൂപം. ഞങ്ങളിങ്ങനെ ഫാത്തിമ വായ തുറക്കുമ്പോൾ വായിലേക്ക് നോക്കും, ആ ചിരി അത് മുത്തുനബിയുടെ ചിരിയാണ്. ആ പല്ലുകൾ മുത്തുനബിയുടെ പല്ലുകൾ, ആ സംസാരം മുത്തുനബിയുടെ സംസാരം, ആ നടത്തം മുത്തുനബിയുടെ നടത്തം, ആ ഇരുത്തം മുത്തുനബിയുടെ ഇരുത്തം. സയ്യിദത്തുനാ ഫാത്തിമ. അഹ്ലുബൈത്തിനെ പ്രണയിക്കാൻ, സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.